സുഹൃത്തുക്കളെ, വിക്ടോറിയ പീക്കിന് മുകളിൽ നിന്നുള്ള കാഴ്ചയാണ് ഈ കാണുന്നത്. കണ്ടോ, ഇതൊക്കെയാണ് കാണാനുള്ളത്. വിക്ടോറിയ പീക്കിന് മുകളിലെത്തി ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെയെല്ലാം ചെറിയ ചെറിയ കച്ചവട സ്ഥാപനങ്ങളാണ്. പക്ഷെ വളരെ മനോഹരമായി വൃത്തിയായി അത് പരിപാലിച്ചിരിക്കുന്നു. അവർ ഗൈഡ് ചക്കി സാബ് നമ്മുടെ സഞ്ചാരത്തിൻ്റെ ഒരു ബോർഡും പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് നമ്മുടെ ബഹുമാനീയനായ എനർജറ്റിക് ഗൈഡ് ചക്കി സാർ. അപ്പോൾ അത് നമ്മൾ കാണുകയാണ്. ഫ്രീ മാർക്കറ്റ് എക്കോണമിയിലെ സാമ്പത്തികമായ ഉയർച്ച, സമ്പത്തിൻ്റെ നിർമ്മിതി ഒരു കുറ്റകൃത്യമായി കാണുന്ന നാടുകൾ ഉള്ളപ്പോൾ അവർ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. കണ്ടോ, നല്ല തിരക്കാണ്. സഞ്ചാരൻ ടീം സാർ, എന്താണ് പേര്? ശ്രീമാരി മാഡം, അപ്പൊ ഇതൊക്കെ കണ്ടപ്പോ എന്താ പറയാനുള്ളത്? മാഡം ലണ്ടനിൽ പോയി കണ്ടിട്ടുണ്ട്. ഒരു ചെറിയ രാജ്യം ഇത്ര വലിയ ഒരു വികാസത്തിലെത്തിയത് ഗംഭീരമായതല്ലേ? തീർച്ചയായിട്ടും അല്ലേ? ഇവരോടൊന്ന് ചോദിച്ചു നോക്കാം. മാസ്ക് ഉള്ളത് കൊണ്ട് ആരാണെന്ന് അറിയാൻ വയ്യ. പേരെന്നാ? അത് ജാക്കി ചാൻ, നമ്മൾ സുജ. നമ്മൾ ഒരുമിച്ച് വന്നതല്ലേ? എന്ത് പറയുന്നു വിക്ടോറിയ പീക്കിനെ പറ്റി? സൂപ്പർ, പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇതൊക്കെയാണ് കണ്ടു പഠിക്കാനുള്ളത്. അപ്പോൾ സുഹൃത്തുക്കളെ, വിക്ടോറിയ പീക്കിന് മുകളിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗൈഡിൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ ഗൈഡ് വളരെ ഗംഭീരമായി എല്ലാം വിശദീകരിച്ച് തരുന്നുണ്ട്. അദ്ദേഹം ആ സഞ്ചാരം ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത് നോക്കുക. അതിൻ്റെ പിന്നാലെയാണ് നമ്മൾ മന്ദം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയാണ് ടൂറിസം വളർത്തുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടു തന്നെ പഠിക്കണം. എത്ര പേരുടെ ഉപജീവനമാണ് ഇവിടെ കഴിയുന്നതെന്ന് നോക്കുക. എത്രയോ പേര്, നമ്മുടെ ഗൈഡ് ഉൾപ്പെടെ, ബസ് ടാക്സിക്കാർ ഉൾപ്പെടെ, കച്ചവടക്കാർ ഉൾപ്പെടെ ജീവിക്കുന്നു. അത്രയും എനർജറ്റിക്കായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നു. ആ എനർജി രാജ്യത്തിൻ്റെ സമ്പത്തായി മാറുന്നു. സഞ്ചാരം ബൈ അവർ ഫേമസ് എനർജറ്റിക് ഗൈഡ് ചക്കി സാർ. പിന്നെ ഇതെന്തോ തുറസായിട്ടുള്ള സ്ഥലം. ഇവിടെ ഇരുന്ന് ഐശ്വര്യമായിട്ട് കാറ്റ് കൊള്ളാം. വിശാലമായിട്ട് സാധനങ്ങൾ വല്ലതും വേണമെങ്കിൽ വാങ്ങി കുടിക്കുകയോ കഴിക്കുകയോ ഒക്കെ ചെയ്യാം. ഇപ്പോൾ നമ്മൾ കണ്ടിടത്തോളം എല്ലാം കണ്ടിട്ടില്ല എങ്കിലും മാഡം കണ്ടിടത്തോളം എന്താ ഇതിനെപ്പറ്റി പറയാനുള്ളത്? വളരെ അതിഗംഭീരമായിരിക്കുന്നു. അപ്പോൾ അത് എന്തുകൊണ്ടാണ് നമ്മൾ അത്രയും ഗംഭീരമെന്ന് പറയാൻ കാരണം?
our effort. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മുടെ ഗൈഡ് വിശദീകരിക്കുകയാണ്. 715. ആ Okay, 715. Okay. ആ 715. 15 7:15 തിരിച്ചെല്ലാവരും എത്തിയിരിക്കണം. You can go into the sightseeing area here. Ah, Okay. ah. Before we come into the bus again, we will take the bus going down. ഓക്കെ You can go inside for the toilet. Toilet inside. Okay. You can buy the souvenir here or inside over there. Okay. 715. 715. Okay. Before you go the bus, go into the toilet first. Okay. Yeah. Okay. അപ്പോൾ സുഹൃത്തുക്കളെ, ഇവിടെ ചുറ്റി നടന്ന് കാണാൻ അരമണിക്കൂർ സമയമാണ് നമ്മളെ ഗൈഡ് അനുവദിച്ച് തന്നിരിക്കുന്നത്. അപ്പോൾ അരമണിക്കൂർ കൊണ്ട് ഇത്രയും കാണാൻ പറ്റുമെന്ന് സംശയമാണ്. എങ്കിലും ഒരു ശ്രമം നടത്തി നോക്കാം. കാരണം നമ്മൾ പങ്ക്ച്വലായിരിക്കേണ്ടതുണ്ട്, എന്നാലേ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുള്ളൂ. അപ്പോൾ എല്ലാവരും വളരെ ആകാംക്ഷയോടുകൂടി ഇതാ ഹോങ്കോങ് ടൗൺ. അതേസരത്തി ട്രാം കാറുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ആ ഹോങ്കോങ്. വാണിജ്യ സാമ്പത്തിക തലസ്ഥാനം എന്നുള്ള നിലയിൽ ലോകത്തിൻ്റെ നെറുകയിലേക്ക് എത്തിപ്പെട്ട ഹോങ്കോങ് ഫ്രീ മാർക്കറ്റിലൂടെ ടാക്സേഷൻ കുറച്ചുകൊണ്ട് എങ്ങനെ ഒരു നാട് പുരോഗതിയിലേക്ക് ഉയരും എന്നുള്ളതിന് ഉത്തമ നിദർശനമായി നിലകൊള്ളുന്നു ഹോങ്കോങ്. വിക്ടോറിയ പീക്കിൽ നിന്ന് ഉള്ള കാഴ്ച. ഇതൊക്കെ ഡെൻസ് ഫോറസ്റ്റ് ആയതുകൊണ്ട് ഇടയ്ക്ക് കാഴ്ചകൾ മറയുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ സഞ്ചാരം ടീം ഒരുമിച്ച് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആളുകൾ കൈമാറി പോവാതിരിക്കാൻ വേണ്ടി ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ പ്രശ്നമില്ല. അപ്പോൾ ഇവിടെ ഒരു വ്യൂ പോയിൻ്റാണ്. ഇവിടെ അതിനു വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന വ്യൂ പോയിൻ്റാണ്. ഇങ്ങനെ കാണാം. നല്ല ഒരു കാറ്റുമുണ്ട്. ഒരേ വിക്ടോറിയ പീക്ക് അത് തന്നെ. വിക്ടോറിയ പീക്ക്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഇത്രയും ഇത്തരത്തിലുള്ള വികസനങ്ങൾ നമുക്കും വേണ്ടേ എന്ന് ആഗ്രഹിക്കാം. തീർച്ചയായിട്ടും ആഗ്രഹിക്കണമല്ലോ, തീർച്ചയായിട്ടും. പക്ഷേ അതിന് മൈൻഡ് സെറ്റപ്പൊക്കെ കുറേ മാറിക്കിട്ടേണ്ടി വരും. അത് നമ്മുടെ കോമഡി കേട്ടിരിക്കുന്നതല്ല, അവർ ഹോങ്കോങ്ങുകാരാണ്. ചിലപ്പോൾ അവർക്ക് മനസ്സിലായി കാണും നമ്മൾ കോമഡിയാണ് പറയുന്നത്. അതിന് മുകളിൽ ചെറിയൊരു ഫോഗുണ്ട്. ഫോഗ് ചെറുതായിട്ട് അതിൻ്റെ മുകളിൽ നിന്ന് ആൾക്കാർ എടുക്കുന്നുണ്ട്. അതൊക്കെയാണ് ഗൈഡ് പറഞ്ഞത്. അപ്പോൾ ആ സ്ഥലങ്ങളെല്ലാം നമ്മൾ ട്രാം കാറ് പോയതാണ്. താഴോട്ട് പോയതാണ് ട്രാം കാറ്. ട്രാം കാറ് പോകുന്നു. അത് ഒരു എക്സലൻ്റ് ടെക്നോളജിയാണ്. വടം
എല്ലാം നല്ല സീനിക് ബ്യൂട്ടിയാണ്. പിന്നെ ഒരു കുഴപ്പമുണ്ട്, നമ്മളിത് കണ്ടു കഴിഞ്ഞാൽ ഇവിടെ അങ്ങ് നിൽക്കും ഈ അരമണിക്കൂർ. അന്നേരം പിന്നെ വേറെ ഒന്നും കാണാൻ പറ്റാതെ വരും. മറുവശത്തെ കാഴ്ചകൾ കടൽ ഇരുണ്ട് കിടക്കുന്നതുകൊണ്ട് എത്രത്തോളം കിട്ടുമെന്ന് അറിയാൻ വയ്യ. അപ്പോൾ സീനിക് ബ്യൂട്ടിയാണ്. ഒരു വശത്ത് അതിഗംഭീരമായ അമ്പരച്ചുംബികളുടെ കാഴ്ചയാണെങ്കിൽ മറുവശത്ത് ശാന്തമായ സമുദ്രം, സീനിക് ബ്യൂട്ടി, നല്ല കാറ്റും കിട്ടും. മറുവശത്ത് ശാലീന സുന്ദരമായ സീനിക് ബ്യൂട്ടി. അതാണ് മെട്രോപൊളിറ്റൻ സിറ്റിയുടെ അമ്പരച്ചുംബികളൊന്നുമില്ല. ശാന്തമായ സമുദ്രം, അവിടെ നിന്ന് ലഭിക്കുന്ന നല്ല കാറ്റ്. അപ്പോൾ ഹലോ സുഹൃത്തുക്കളെ, അപ്പോൾ വിക്ടോറിയ പീക്കിന് മുകളിലൂടെ ചുറ്റി നടക്കുകയാണ്. നമുക്ക് അനുവദിച്ചിരിക്കുന്ന സമയം ആകാറായി. അപ്പോൾ അവസാന നിമിഷം ഒന്ന് ചുറ്റി വരാം എന്ന് കരുതി. ഉണ്ട് ഇവിടെയൊക്കെ ആളുകൾ വന്ന് കാറ്റ് കൊള്ളുന്നതിനും കാഴ്ചകൾ കാണുന്നതിനും ഭക്ഷണ പദാർത്ഥങ്ങൾ ആസ്വദിക്കുന്നതിനും വേണ്ടി ഇരിക്കുകയാണ്. ആളുകൾക്ക് വന്നിരിക്കാൻ പറ്റിയ തുറസായ ഒരു സ്ഥലമാണ്. ഇങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിലുമൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ്. അപ്പോൾ ഹോങ്കോങ്ങിലെ വിശേഷങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഉള്ള പ്രധാന മതങ്ങൾ ബുദ്ധമതം, താവോയിസം, കൺഫ്യൂഷ്യനിസം, പിന്നെ ക്രിസ്ത്യാനിറ്റി, ഇസ്ലാം, ഹിന്ദുമതം, സിഖ് മതം, ജുദായിസം എല്ലാം ഉണ്ട്. വളരെ സമാധാനപ്രിയരായിട്ടുള്ള ആളുകളാണ് എല്ലാവരും. വളരെ ജിനീഷ് സാർ വന്നോ? അവർ എത്തി. കുഴപ്പമില്ല, വളരെ അധികമൊന്നും കണ്ടില്ല. അപ്പോൾ ഇത് ഇനി ഒന്ന് ചുറ്റി അവിടെ നിന്ന് കണ്ടാൽ മതി. അത് എമിഗ്രേഷൻ ഒരല്പം താമസിച്ച കാരണം അവർക്ക് വരാൻ താമസിച്ചു പോയി. അപ്പോൾ നമ്മുടെ ഗൈഡ് ടൂർ മാനേജർ സഞ്ചാരത്തിൻ്റെ ജിനീഷ് അവരെ പോയി വിളിച്ചുകൊണ്ട് വന്നതാണ് കാണുന്നത്. ഇവിടെയൊക്കെ വന്ന് ഇങ്ങനെ ഇരിക്കാൻ പറ്റും. പുൽത്തകിടി. അങ്ങനെ മൊത്തം കണ്ട്. നിങ്ങൾ എന്തൊക്കെ പോയി കണ്ടു? ഞങ്ങൾ ഏറ്റവും മേളിൽ വരെ പോയി. അവിടെ വരെ ചെന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. അവിടെ അങ്ങോട്ട് നോക്കാൻ നല്ല രസമാണ്. അയ്യോ, നിങ്ങൾ അവിടെയൊക്കെ പോയല്ലേ? അവിടെ പോണമായിരുന്നു. അവിടെ പോണം. അവിടെ ആ ബിൽഡിംഗ് ഒരുപാട് നല്ല ലുക്കാണ്. എങ്ങനെ കയറി പോവും? ഞാനൊന്ന് പോയിട്ട് വരാം. ഓടിപ്പോയെന്ന് കണ്ടിട്ട് വരാം. അതാണ് ഏറ്റവും നല്ല സ്ഥലം അല്ലേ? ഓക്കെ, താങ്ക് യു. നിങ്ങൾക്ക് വളരെ നന്ദി. ഇവിടുന്ന് ഞാൻ കണ്ട് ഇതിന്റെ മേളിൽ കയറി നോക്കിയിട്ട് വരട്ടെ. അല്ല, എന്നാലും കുറെ കൂടെ കിട്ടും. അത് കുഴപ്പമില്ല. അപ്പോഴേക്കും ഒരു ഓട്ടം ഓടി ഇങ്ങ് വരാം. ഓക്കെ, താങ്ക് യു.